എടാ രാഹുലേ, നിന്റെ ഇന്റർവ്യൂ എന്താടാ? രാവിലെ ടൈം കെട്ടി പോണാണ്ടല്ലോ. എന്റെ പൊന്നിയായിട്ട് ഓർപ്പിക്കല്ലേ, ഒന്നും ശരിയായില്ല. നീ ഒരു പണി, അടുത്തോണം ഇന്റർവ്യൂവിന് പോകുമ്പോ നീ എന്നോട് കൊണ്ടുപോകും. അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടാണല്ലോ നിന്റെ ജോലി സെറ്റ് ആയി. അല്ല, നിനക്കിപ്പോ എന്തിനാ ജോലി? നിനക്ക് പിള്ളേച്ചന്റെ സാഗമ ചങ്ങമൊക്കെ നോക്കി ഇടന്നാ പോയി. ഓ, മാമനട്ടൊന്നും സെറ്റാത്തില്ലെന്നേ. അല്ലെ തന്നെ നല്ല പൈസയൊക്കെ ഉണ്ടാക്കി കാനഡയ്ക്കൊക്കെ പോയിട്ട് വേണം എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ. നമ്മൾ ആണുങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഏത് നിമിഷവും ജയിലിൽ പോവാൻ സന്നദ്ധനായിട്ടിരിക്കണം. വട്ടാണല്ലേ. എന്നാ വാ, രണ്ടെണ്ണം അടിക്കാം. മാമാ, തൊണ്ട ശരിയായോ? ഇല്ല, ചുക്കുടനെ പിടി, എല്ലാം ശരിയായി. സൗണ്ട് ഓക്കെ ആയി, പക്ഷേ പെടലിയുടെ വേറെ ഇങ്ങനെ ഒരു പിടുത്തം. നല്ല കട്ടി കണ്ടു തരും പറയാൻ പറ്റണല്ല. അതിന് തെറി പറയാറില്ല, സാധാരണ കേൾക്കാറില്ലേ പതിവ്. അല്ലേലും സമയദോഷമാണ് പിള്ളേച്ച. ആദ്യം തന്നെ ആ പേരങ്ങോട്ട് മാറ്റണം. പങ്കജാക്ഷി അമ്മ ബാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. ഒരു വക അവലക്ഷണം കേട്ട പേര്. പോളനാറി, നിനക്കറിയോ എൻ്റെ ഒരേ ഒരു മുത്തശ്ശി പങ്കജാക്ഷി അമ്മ പണ്ട് ഇവിടെ കൊറോണ സമയത്ത് ഈ ഗൾഫിൽ മരിച്ചപ്പോൾ ഒരു പട്ടി പോലും ഉണ്ടായിരുന്നില്ല ആ ബോഡി നാട്ടിലെത്തിക്കാൻ. അന്ന് ഞാൻ ശബ്ദം എടുത്താണ്, ഏത് ബോഡിയും നാട്ടിലെത്തിക്കണ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. അതാണ് ഞങ്ങളുടെ സ്വപ്നം. പിള്ളച്ച വിഷമിക്കില്ല പിള്ളച്ച. പിള്ളച്ചൻ എന്തായാലും പിള്ളച്ചൻ്റെ അമ്മൂമ്മയുടെ ഗതി വരത്തില്ല. പിള്ളച്ചൻ്റെ ബോഡി ഞങ്ങൾ നാട്ടിലെത്തിച്ചേരും. കഴിവേറി അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ പൗലോ ഇതേ പേരിട്ടിട്ട് ഇപ്പൊ നമുക്ക് തന്നെ വർക്കെല്ലാം അവനെടുത്തോണ്ടിരിക്കുക. ആ പരനാറി വർഷങ്ങളടിയിൽ പണി തന്നോണ്ടിരിക്കുക. പണ്ട് ഞങ്ങൾ പാർട്ണർഷിപ്പിലെ ബിസിനസ് തുടങ്ങിയ തൊട്ടുള്ള പണിയാ. അവൻ്റെ PA പാക്കേഴ്സിന് മുമ്പ് ഞാൻ പൊട്ടിക്കുന്നുണ്ട്, നീ നോക്കിക്കോ. നീ കപ്പലണ്ടി മറത്തോണ്ടിരിക്കുകയാണോ? എടുത്തിട്ടോ ഒഴിക്കടാ. തുടങ്ങല്ലേ? ഓ ഓ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, ആമേൻ. മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. പോയല്ലോ. എടി, എന്താടി കള്ളിന്റെ ഒരു മണം? നീ അടിച്ചിട്ടുണ്ടോടി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നിത് എവിടെ നിന്നാണാവോ ഇത്? ആ തള്ളയുടെ റൂമിൽ നിന്ന് വല്ലതും ആണോ? പോയി നോക്കിയാലോ? എന്നാ വാ. എന്ത് പറ്റി ആന്റി? അതെന്റെ പ്രശ്നന്റെ കഷായം വീണതാ. നിങ്ങക്ക് ഓർമ്മറിയില്ലേ? ഇപ്പൊ തുടങ്ങി. ഓക്കെ ആന്റി, ഗുഡ് നൈറ്റ് ആന്റി. നാശങ്ങൾ കേറി വന്നോളൂ. എന്ത് ചേട്ടനാണത്? ആഹാ, നിങ്ങൾ തുടങ്ങിയോ? വാടാ, കേറി വാ. പിള്ളേച്ച, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന മച്ചാന്മാരാണേ. ഇവൻ സ്കൂൾ ടോപ്പറൊക്കെ ആയിരുന്നു. ഇവൻ പിന്നെ നമ്മളെ പോലൊക്കെ തന്നെ, പക്ഷെ പാട്ട് പാടും കേട്ടോ. രാജ് പിള്ളേരെ, ഇത് നമ്മുടെ പിള്ളേച്ച കേട്ടോ, നമ്മുടെ ദൈവമാണേ. ബിജുകുമാർ, സ്വദേശൻ കൊട്ടാരക്കര, 27 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, ഇവിടെ പെണ്ണില്ല. നേരെ പോയി ഇടത്തോട്ട് പോയാൽ അവിടെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. രാജു ചെറായി പറഞ്ഞിരുന്നു. അല്ല, സ്ഥലപ്പേര് ചേർക്കാൻ മറന്നുപോയി. ഓ, നന്നായി. എന്നാ ഒരെണ്ണം എടുത്ത് അടിയടാ. എന്തടിയടാ, കൂമ്പാടി പോ. ചോദിച്ചടാ, ഒരെണ്ണം എടുത്ത് അടിപ്പിച്ചു മാറായി. അയ്യോ, ഞാൻ മദ്യപിക്കില്ല. അയ്യോ, ഇത് മദ്യമല്ല. പഴത്തിന്റെ സത്ത് ചില പ്രത്യേക രാസപ്രവർത്തനങ്ങളിലൂടെ കടത്തിവിട്ട് തയ്യാറാക്കുന്നത്. പ്യൂർ കെമിസ്ട്രി. കെമിസ്ട്രി ആണെങ്കിൽ ഒരു അല്പമാവാം. എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. വലിയ വേണ്ടായിരുന്നു. എന്നാ എന്റെ ലവോസിയറേ. അതാര്? ഫാദറാ. ഓ, ബിജുകുമാറിന്റെ.
അല്ല കെമിസ്ട്രിയുടെ. നശിപ്പിച്ചു. അറിയടാ, നീയല്ലടാ പാട്ട് പാടുന്നു പറഞ്ഞ്. അയ്യോ ഇനിയും പാടത്തില്ല. അങ്ങനെ പറഞ്ഞ പാടണം നേടാ, അണ്ണന്റെ ഒരു ശൈലി അങ്ങനെ. ഈ പാട്. ഓക്കെ, ഒരു മൈക്ക് കിട്ടുമോ? ഒരു നമ്മുടെ ചെറുക്കൻ ഒരു മൈക്ക് എടുത്ത് കൊടുത്തേ. അതെന്റെ പ്രശ്നം. ആ, ഇത് നീ ഒരു മൈക്കായിട്ടങ്ങ് സങ്കല്പിക്ക്. ഭക്തജനങ്ങൾ, പരിശുദ്ധവും പരിപാവനായ ഈ ക്ഷേത്രാങ്കണത്തിൽ ഒരു പാട്ട് പാടാൻ അവസരം ഒരുക്കി തന്ന പിള്ളേച്ചനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യകാലത്തേക്ക് കിടക്കുന്നു. ആലപിക്കുന്നത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗായകൻ രാജ്. അതാര്? എൻ്റെ സ്റ്റേജ് നെയിമാണ് രാജ്, രാജു ചെറൈ. പ്രവതവനം വീണ്ടും രാഗം പോലെ. ഒന്ന് നിർത്തടോ, ഒരു അടിച്ചുപൊളി പാട്ട് പാടറോ. ഒന്ന് നിർത്തടോ. ഒരുത്തിനൂടെ പാടുന്നുണ്ടില്ലേ? കാര്യം താനേ വീണ്ട മുതലാളിക്ക് ആയിരിക്കും, പക്ഷെ പാടുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുത്. ഫാസ്റ്റ് പാട്ട് ഇപ്പം ആര് പാടും? താങ്ക് യു. താങ്ക് യു. എന്തിന്? പരിശുദ്ധവും പരിപാവനായ ക്ഷേത്രാങ്കണത്തിൽ ഓ, വീണ്ടും തുടങ്ങി ഒരു അവൻ. ഫാസ്റ്റ് നമ്പറുമായി അടുത്തായി വരുന്നു തമിഴിലെ സൂപ്പർ ഹിറ്റ് ഗായകൻ ജയരാജ്. ചേരയോ? അതാര്? അത് ഇവൻ തന്നെയാടാ, ചേറായി രാജി. ഹേയ് അതാണ്ട ഇതാണ്ട അരുണാചലന്നന്താണ്ട അതാണ്ട ഇതാണ്ട അരുണാചലന്നന്താണ്ട അന്ന തമിഴ്നാട്ടിലുള്ള നാനവരക്കും സ്വന്തേണ്ട. ഹേ അന്നതാണ് ഇതാണ്ട അരുണാചലന്നന്താണ്ട ആടവൻ നടത്തിടുവാണ്ട അരുണാചലം നടത്തിടുവാണ്ട. വെള്ളോടെയായിരിക്കും ആലോചിച്ചിട്ട് കൊത്തിയായിട്ട് പാടില്ല. ഒന്ന് മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങും രണ്ടും. നിർത്ത്, പെണ്ണുമ്പോൾ വിളിയാണ്. ഫോണെവിടെ? ഈശ്വര. ഹലോ, എന്താണ് മനുഷ്യ അവിടെ? നിങ്ങളവിടെ എല്ലാരും കൂടെ പാട്ടും കൂത്തും വെള്ളടിയായിട്ട് അവിടെ ഇരുന്നോ? അല്ലടി, അയൽവക്കാർക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണ്ടേ? അല്ല ഒന്നും പറയണ്ട, വെച്ചിട്ട് പോവാൻ നോക്കാം. ആ ഫ്ലോ അങ്ങോട്ട് പോയി. നീ അവരോട് വെച്ചാണ്ട് ഇതൊരെണ്ണ അടി. എന്നാലും പിള്ളേച്ചാ, ഞാൻ അവരെ തല്ലാൻ പോയപ്പോൾ നിങ്ങൾ തടഞ്ഞത് തീരെ ശരിയായില്ല. എനിക്ക് ജയിലിലെ കൂപ്പുസിനെ വയ്യടാ. എന്റെ പൊന്നു പിള്ളേച്ചന്റെ അമ്മൂമ്മയെ വരെ വിളിച്ചിട്ട് ഒരു വക പറയാൻ മോശമായി. അമ്മമ്മ വിളിച്ചാ? പിന്നല്ലാണ്ട് പങ്കാശമ്മ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ കുണ്ണുകൊണ്ടാന്ന് തെരി പറഞ്ഞിട്ട് ഒരു തെര നിങ്ങൾ മിണ്ടിയില്ല. അങ്ങനെ വിളിച്ചവര്? പിന്നല്ലാണ്ട് മോശമായി. അതിനെങ്ങനെയാ ഈ തെണ്ടിയല്ലേ ഡബ് ചെയ്തത്? ഇത്തിരി കേറ്റി പറയാൻ പാടുന്നടാ. സോറി വിളിച്ചോ, ലിപ്പില്ല ഡബ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. ശരി പിള്ളേച്ച സിംഗാവൂല. എന്നാലും ഈ അമ്മൂമ്മയൊക്കെ പറയാന്ന് പറയാ. ഇന്ന് ഞാൻ ശവം ഫോൺ എടുക്കണല്ലോ. ഫോണിൽ വിളിച്ച് തെറി പറയാൻ കിട്ടില്ല കിട്ടില്ല. നമ്മളോടാ കളി. എടീ ശിവപോത്തെ, അവളുടെ നൂഡിൽസ് മുടിയും
നീ എന്താണ് വിചാരിച്ചതിനെ പറ്റി? പൂഴ്ത്തതള്ളേ, നിനക്ക് എന്റെ അമ്മമ്മ വിളിക്കണല്ലോടി. എന്നിട്ട് നീ മൈനായിട്ട് ജീവിക്കും തോന്നണോ നിനക്ക്? എടി, നിന്റെ പൂഴ്ത്തു നാഴി അമ്മൂമ്മല്ലേ, അവളോട് പോയി പാടി. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേ? എടി മോളെ, എങ്ങനെയുണ്ട് എന്ത് പണിയാ പിള്ളേച്ച നിങ്ങൾ കാണിച്ചത്? എന്തേ IPC 320 ആ പെണ്ണുമ്പിള്ള എങ്ങാനും കേസ് കൊടുത്താ ഇപ്പൊ തെളിവായില്ലേ? നീലടാ പറഞ്ഞ ഫോൺ ചെയ്യാനായിട്ട്. എന്റെ അമ്മ വേണം ഡിലീറ്റ് ആയിക്കോ, വെറുതെ പണിയാൻ കേട്ടോ. അതല്ല, അത് ഞാൻ ചെയ്യാം. ഫോണിൽ കൊണ്ടുവന്നു ഞാൻ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ഫോർ മീ. ഡിലീറ്റ് ഫോർ മീയോ? എടാ പൊട്ടാ, ഡിലീറ്റ് ഫോർ എവരും വേടാ. എന്തോ ബാക്കി. എടാ ഇനിയിപ്പോ എന്തെടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ. ഇവൻ സെറ്റ് ആകും. ഞാൻ മദ്യപിക്കാറില്ല. പട്ടി. എടാ ഇനിയിപ്പോ എന്ത് ചെയ്തു പറ? ഇനിയിപ്പോ തള്ള ഫോണിൽ കയറി ഡിലീറ്റ് ആക്കണം, എന്നാലേ ശരിയാത്തുള്ളൂ. അതിനിപ്പോ എന്ത്, തലയുടെ ഫോം നോക്കണം. എങ്ങനെ പൊക്കണം? ഞാൻ പൊക്കി തരാന്ന്. ഇതെവിടെന്നാ? ഇതാ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത എല്ലാ വീടിന്റെയും ഓരോ സ്പെയർക്ക് ഞാൻ സെറ്റ് വെച്ചത്. ഇന്ന് എന്തായാലും തള്ളയുടെ ഫോൺ പൊക്കിട്ട് വരും. അവൻ ചെയ്യും, അവൻ അതിൽ എക്സ്പെർട്ടാണ്. നീ എവിടേക്ക് പോണേ? അവനെ നോക്ക്, അവനെ പിടിച്ചേ. ഒറ്റ ബുദ്ധിയാണ്. എന്നാ പിന്നെ ചേട്ടാ നിക്ക്, ഞാനും വരാം. ഓൾ ദി ബെസ്റ്റ് ബ്രോസ്. അവന്മാരത് ചെയ്യും പിള്ളേച്ചാ, എനിക്കറിയാം. ഹലോ, അല്ല ഇവനെ പോണേ. ഇവൻ എന്ത് ചെയ്യാൻ പോണാവോ ദൈവത്തിനറിയാം. Yeah! Yo guys, check it out. Yeah, that's it. It's the time for show of Mr. Pillai. Oh Pillacha, ende Pillacha, ee control il engane vannacha. Again. Oh Pillacha, ende Pillacha, ee control il engane vannacha. How man? പണ്ട് പിള്ളച്ചൻ കുടിക്കണ പട്ടച്ചാരായം, ഇന്ന് പിള്ളച്ചൻ കുടിക്കണ വിസ്കി ബ്രാൻഡിയും. കമാൻ. ഓ പിള്ളച്ച, എന്റെ പിള്ളച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? Man, you're unbelievable. This is Pillachan, he's wonderful. Got a lot of money, just beautiful. This Pillachan means share of love. Yo bro, live like Pillachan. പണ്ട് പിള്ളേച്ചൻ വലിക്കണ കാജാ ബീഡി, ഇന്ന് പിള്ളേച്ചൻ വലിക്കണ 555. ഓ പിള്ളേച്ച, എന്റെ പിള്ളേച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? പണ്ട് പിള്ളേച്ചൻ കറങ്ങണത് ഓട്ടോറിക്ഷയിൽ, ഇന്ന് പിള്ളേച്ചൻ പറക്കണത് എയ്റോപ്ലെയിനിൽ. ഓ പിള്ളേച്ച, എന്റെ പിള്ളേച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? ഓ പിള്ളേച്ച, എന്റെ പിള്ളേച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ?